ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബണ്ണ് നിറച്ചതാണ്. ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളാണ്, എന്നാൽ അതുപോലെ ടേസ്റ്റ് ആണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിച്ചോളുക, കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരളവിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഒരു സവോളയുടെ ആവശ്യമേ ഇതിലേക്കുള്ളൂ. നല്ല വലുപ്പമുള്ള സവോളയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലേക്ക് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കണേ. ഈ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അധികം വേണ്ട, ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവാണ്. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് 1-2 ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളുള്ളതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അങ്ങ് ഒഴിവാക്കിയേക്കുന്നത്. മുളക് പൊടി അല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മസാലയിൽ ചിക്കനോട് ചേർത്തിട്ടാണ് ബണ്ണിൽ സ്റ്റഫ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിക്കനോട് വറുത്തെടുത്ത് വെക്കണേ. ചിക്കൻ വേവിച്ചല്ല, വറുത്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം ചിക്കനേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ്, ഉപ്പ്, ഇത്രയും മിക്സ് ചെയ്തെടുത്തിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി ചിക്കൻ ഒഴിവാക്കിയിട്ട് മുട്ട വെച്ച് ചെയ്യാവുന്നതാണ്. ബീഫ് ഇഷ്ടമാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സവോള വഴറ്റിയിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് അത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു നുള്ള പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ ആ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. വളരെ ചെറിയ അളവിലാണ് നമ്മൾ മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ഒരു സവോളയല്ലേ ഉള്ളൂ, ഈ മസാല മതി. ഇപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നതിലും നല്ലത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർക്കുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറി വരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം മസാലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബണ്ണിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഈ ബണ്ണ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജ് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ബണ്ണ് ഒന്നുകൂടെ ഒന്ന് കട്ടിയാകും ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക്. ബണ്ണ് കട്ടിയായിട്ടിരിക്കുമ്പോഴാണ് നമുക്കത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മസാലയൊക്കെ നിറച്ച് കൊടുക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇതുപോലെ ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. നമുക്ക് ഈ ഗ്യാപ്പ് വേണം മസാല നിറച്ച് കൊടുക്കാനായിട്ട്. ഇത് കളയരുത്, ഇത് നമുക്ക് തിരിച്ച് അടച്ചു വെക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഈ ബണ്ണെല്ലാം ഇങ്ങനെ എടുക്കാം. അത് എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണേ. ഇപ്പോൾ ഈ ബണ്ണിൽ നല്ലൊരു ഗ്യാപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ബണ്ണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ബണ്ണെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ബണ്ണിൻ്റെ ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ വേണ്ട ഇച്ചിരി ഭാഗം ഇങ്ങനെ അങ്ങ് മുറിച്ച് കളയാം. നമുക്കിത് ഇങ്ങനെ ഒരു പീസായിട്ട് മതി, അടച്ചു വെക്കാനായിട്ടുള്ള ഈ ഒരു പീസ് മതി. ഈ പീസ് മാറ്റി വെച്ചതിന് ശേഷം
ബാക്കിയുള്ളത് ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചൊക്കെ ഇടാം. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവാണേ. ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബണ്ണെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇതൊന്ന് നന്നായിട്ട് പതിപ്പിച്ചെടുക്കാം. ഇതിൽ ഉപ്പും കുരുമുളകും ഒന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് പതിപ്പിച്ചെടുത്ത് വെക്കാം. ഇനി നമ്മൾ ബണ്ണ് സ്റ്റഫ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ബണ്ണ് എടുത്തു. ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മസാല നിറച്ചു കൊടുക്കാം. ഈ ബണ്ണിലേക്ക് നന്നായിട്ട് മസാല കൊള്ളും. നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടികളെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണേ. ഇപ്പം ആദ്യത്തെ ബണ്ണിൽ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ വെക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ബ്രെഡ് പൊടി നനച്ച് വെച്ചല്ലോ, അതെടുത്തിട്ട് ഈ വശങ്ങളൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തു. വശങ്ങൾ മാത്രം ഒന്ന് സീൽ ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ആ ഓപ്പൺ ആക്കിയ ഭാഗം മൊത്തമായിട്ട് ഞാനും കവർ ചെയ്തിട്ടുണ്ട്. ഇതിനി മസാലയൊന്നും പുറത്ത് പോകത്തില്ല, ഇതുപോലെ ഇരുന്നോളും. അപ്പോൾ ബാക്കിയുള്ള ബണ്ണും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാവേ. ഇപ്പം ഞാൻ ബണ്ണെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് കറക്റ്റായിട്ട് ചെറിയ 4 ബണ്ണേ ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ വലുപ്പത്തിലുള്ള 4 ബണ്ണ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വലിയ ബണ്ണുണ്ടല്ലോ, അതാണെങ്കിൽ ഒരു 2 എണ്ണം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ 4 ബണ്ണിന് നമ്മൾ ഉണ്ടാക്കിയ മസാല കറക്റ്റാണ്, ഒട്ടും മിച്ചം വരത്തില്ല, ഒട്ടും കൂടുതലും അല്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബണ്ണ ഓരോന്നായിട്ട് എടുത്തിട്ട് മൊത്തത്തിൽ ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ആദ്യം എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കട്ടെ, അതിനുശേഷം മുട്ടയിൽ മുക്കിയെടുക്കാം. ബണ്ണൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ ഫ്രൈ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഇഷ്ടം അനുസരിച്ച് മാറി ഉപയോഗിക്കാം കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ഈ മുട്ടയിലേക്ക് ഈ ബണ്ണൊന്ന് മുക്കി കൊടുക്കണം. എല്ലാ വശവും ഇതുപോലെ മുക്കിയെടുക്കണേ ഫുള്ളായിട്ട്. എന്നിട്ടിത് ഓരോന്നായിട്ട് എടുത്ത് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. ഫില്ലിങ് നിറച്ചു കൊടുത്തിരിക്കുന്ന വശം വേണം എണ്ണയിലേക്ക് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. തിരിച്ചെന്ന് വെച്ചാൽ എല്ലാ സൈഡും ഇതുപോലെ മുരിച്ചെടുക്കണം. ഈ ബണ്ണിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം മുരിച്ചെടുക്കണം. പിന്നെ ഈ മേൾഭാഗം ഒരുപാട് സമയം എണ്ണയിലേക്ക് കമിഴ്ത്തി വെക്കരുത്, അത് ഓൾറെഡി മുരിഞ്ഞതാണ്. എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കണം. പിന്നെ ഈ ബണ്ണിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇത് ഒരുപാട് സമയം എണ്ണയിലേക്ക് കമിഴ്ത്തി വെക്കരുത്. ഈ ബണ്ണ് ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മേൾഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് സമയം ഇങ്ങനെ കമത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ അങ്ങ് കരിഞ്ഞ പോലെ ആയി പോവും. അപ്പം അങ്ങനെ ചെയ്യല്ലേ. ഒന്ന് കമഴ്ത്തി വെച്ചാലും പെട്ടെന്ന് തന്നെ എടുത്ത് മറിച്ചൊക്കെ ഇടണേ. എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇത് ബണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് ബണ്ണായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, എല്ലാ സൈഡും മുരിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അങ്ങ് ഫ്രൈ ആക്കി കളയല്ലേ. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം അടിപൊളി ടേസ്റ്റിലുള്ള ബണ്ണ് നിറച്ചതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഷെയറോട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നു പോകല്ലേ. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്